എന്നാൽ ഇപ്പൊ ഇവർ നോക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ചാർലിനെ അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവൻ എവിടെയാന്നൊക്കെ ഇവരിങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ചാർലി ഇപ്പം മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കേറ്റ് ഇപ്പൊ ചാർലിനോട് നീ എവിടെ പോയതായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനാണെന്നുണ്ടെങ്കിൽ ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. അവൻ എന്തോ ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സമയത്ത് ഫീൽ ആവുന്നുണ്ട്. ജാക്കി ഇപ്പൊ പറയുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പൈലറ്റിനെ രക്ഷിച്ചിട്ട് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് നിൽക്കുന്ന അതേ സമയത്താണ് ഇപ്പൊ പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പോ ഈ ഒരു ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വലിയൊരു നിഴല് അതിലിങ്ങനെ പോകുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട്. അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ഫ്ലൈറ്റിന്റെ ഗ്ലാസ് മുഴുവനും ഫോഗ് നിറഞ്ഞതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്കുള്ള വിഷ്വല് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ പൈലറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാള് ഈ ഒരു ഫ്ലൈറ്റിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആ ഒരു വിൻഷീൽഡ് അതൊക്കെ പൊട്ടിക്കിടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ ആ ഒരു ഭാഗത്ത് കൂടി ഏന്തി വലിഞ്ഞിട്ട് ഇപ്പൊ പുറത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പുറത്തുണ്ടായിരുന്ന ആ ഒരു ജീവി പൈലറ്റിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പ്ലെയിനിന്റെ ഉള്ളിലേക്ക് ഒരുപാട് രക്തം ഇങ്ങനെ വന്നു വീഴാണ്. ഇത് കണ്ടിട്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പേടിക്കുന്നുണ്ട്. ഇനി ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ ജീവി ഇവിടുന്ന് പോയിട്ടുണ്ട്. അത് വലിയൊരു മൃഗമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ അതിനെ കണ്ടിട്ടില്ല. അത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ അവിടുന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും കുറച്ച് ആശ്വാസമാവാണ്. എന്നാൽ ഇവർ മേലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിന്റെ ചില്ലയിലായിട്ട് നമ്മുടെ പൈലറ്റ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുകയാണ്. ഇതിപ്പോ പൈലറ്റിന് എന്താണ് സംഭവിച്ചത്, എന്താണ് അവിടേക്ക് വന്നിട്ടുള്ളത്, എന്തിനാണ് അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊന്നും ഇവർക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവർ മൂന്നുപേരും കൂടിയിട്ട് മെല്ലെ മെല്ലെ ആ ഒരു ബീച്ച് ലക്ഷ്യമാക്കിയിട്ട് നടക്കുകയാണ്.